നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ബംഗളൂരുവിൽ RCBയുടെ വിജയാഘോഷത്തിനിടെ വൻ ദുരന്തം. തിക്കിലും തിരക്കിലും പെട്ട 7 മരണം. അപകടമുണ്ടായത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപം. നിരവധി പേർക്ക് പരിക്ക്. അപകടത്തിന് കാരണം താരങ്ങളെ കാണാൻ ആളുകൾ കൂട്ടമായി എത്തിയത്. ദേശീയപാത ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. സ്ഥലമേറ്റെടുപ്പിന്റെ തുക കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് കേരളം. കുരിയാട് പാത തകർന്നതിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ്. മലപ്പുറം പരാമർശത്തിൽ നിലമ്പൂരിൽ നേതാക്കളുടെ വാക്പോര് തുടരുന്നു. CPM നേതാക്കളുടെ മുൻ പരാമർശങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാവ്. ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള രാഷ്ട്രീയ പോരാണ് നിലമ്പൂരിലെന്ന് VD സതീശൻ. വോട്ടർമാരെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ UDF ശ്രമിക്കുന്നുവെന്ന് A വിജയരാഘവൻ. പിണറായി കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനെന്ന് PV അൻവർ. പോക്സോ കേസ് പ്രതി പ്രവേശനോത്സവത്തിനെത്തിയ സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സ്കൂളിന് വീഴ്ച പറ്റിയെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട്. പത്തനംതിട്ടയിലെ പോക്സോ കേസ് അട്ടിമറിയിൽ ഗുരുതര കണ്ടെത്തലുമായി ആഭ്യന്തര വകുപ്പ്. ഒത്തുതീർപ്പിനായി പ്രതി നൌഷാദ് CWC അധികൃതരെ സമീപിച്ചെന്ന് പോലീസ് റിപ്പോർട്ട്. പാർലമെന്റ് വർഷകാല സമ്മേളനം ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 12 വരെ. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ പ്രത്യേക സമ്മേളനം ഉണ്ടാകുമോ എന്നതിൽ തീരുമാനമായില്ല. തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ചികിത്സാ പിഴവ്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് കണ്ണ് മാറി കുത്തിവയ്പ് നൽകി. ഇടത് കണ്ണിന് പകരം ചികിത്സ നൽകിയത് വലത് കണ്ണിന്. അസിസ്റ്റന്റ് പ്രൊഫസർ SS സുജേഷിനെ സസ്പെൻഡ് ചെയ്തു. സുജേഷിനെതിരെ കേസെടുത്ത വഞ്ചിയൂർ പോലീസ്. IPL കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിന്റെ സ്വീകരണ പരിപാടിക്കിടെ വൻ ദുരന്തം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട 7 പേരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ന്യൂസ് ഡെസ്കിൽ നിന്നും ഐശ്വര്യ ചേരുന്നുണ്ട്. ഐശ്വര്യ, 7 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക വിവരം. ഈ സംഭവവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പരിക്കേറ്റവർ എത്രത്തോളമുണ്ട്? തീർച്ചയായും ഇത് വരുത്തി വച്ച ഒരു വിനയായി തന്നെയല്ലേ വിലയിരുത്തുന്നത്? 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് RCB കന്നി കിരീടം സ്വന്തമാക്കുന്നത് IPL. അതുകൊണ്ട് തന്നെ ആ താരങ്ങളുടെ വരവ് ആഘോഷമാക്കാനായിരുന്നു അവിടുത്തെ ആരാധകരും അതുപോലെ തന്നെ സർക്കാരും തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിക്ടറി പരേഡ് നടത്താനായി തീരുമാനിക്കുകയും അങ്ങനെ ഈ താരങ്ങളെ എയർപോർട്ടിൽ പോയി സ്വീകരിച്ചത് പോലും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ചേർന്നായിരുന്നു സ്വീകരിച്ചത്. ഈ ഒരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ഈ ഒരു വിക്ടറി പരേഡ് വയ്ക്കുമ്പോൾ തന്നെ എത്രത്തോളം സുരക്ഷ ഒരുക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ സർക്കാർ ഒട്ടും ജാഗരൂകരായില്ല എന്നതിൻ്റെ ഫലമാണ് ഒരു ആഘോഷം ഒരു ദുരന്തത്തിലേക്ക് വഴിമാറിയ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 7 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം 10ഓളം പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കൂടാതെ 50ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പലരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതായത് ഈ ഇഷ്ടതാരങ്ങളെല്ലാം ഒരുമിച്ച് കാണാനായിട്ടായിരുന്നു ഈ ആരാധകരുടെ ഈ കൂട്ടത്തോടെ ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവാഹം. ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതായത് ഈ ഒരു സമയത്ത് മഴ കൂടി പെയ്തതോടെ കാര്യങ്ങൾ വഷളാവുകയായിരുന്നു. 5000 പോലീസുകാരെ ആയിരുന്നു ഈ ഒരു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനായി നിയമിച്ചിരുന്നത്. പക്ഷേ അതിലും വലിയൊരു തിരക്ക് ഇവിടേക്ക് ഒഴുകിയെത്തുമെന്ന് സർക്കാർ പോലും വിചാരിച്ചിരുന്നില്ല എന്നാണ് DK ശിവകുമാർ പോൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാപ്പ് ചോദിക്കുകയും എല്ലാ സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിരുന്നതായും അവസാന നിമിഷമാണ് ഇങ്ങനെയൊരു വിക്ടറി പരേഡ് നടത്താനായി അനുമതി കൊടുത്തിരുന്നതും എന്നുമാണ് DK ശിവകുമാർ പറയുന്നത്. കൂടാതെ ഈ ഒരുപാട് മത്സരങ്ങൾ നടന്ന സ്റ്റേഡിയമാണ് ഈ ചിന്നസ്വാമി സ്റ്റേഡിയം എന്ന് പറയുന്നത്. ഇവിടേക്കാണ് ഈ ഒരു താരങ്ങൾക്ക് ഒരു സ്വീകരണ പരിപാടി അറേഞ്ച് ചെയ്യുന്നതും ഇവിടേക്ക് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും എത്തുന്നത്. ഈ ഒരു ചടങ്ങ് വീക്ഷിക്കാനായാണ് ഒട്ടനവധി ആളുകൾ 10,000-കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. ഈ ഒരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാവുന്നതിനപ്പുറമായ ആളുകൾ ഇവിടേക്ക് തള്ളിക്കയറുകയും തങ്ങളുടെ ഇഷ്ടതാരങ്ങളെയൊക്കെ കാണാനായി തള്ളിക്കയറുകയും റോഡിന് ഇരുവശമൊക്കെ ആളുകളുടെ ഒരു ജനപ്രവാഹമായിരുന്നു. ഈ ഒരു ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് സർക്കാരിന്റെ ഒരു സംവിധാനങ്ങൾക്കോ സാധിച്ചില്ല. ഈ ഒരു തിരക്ക് അനിയന്ത്രിതമാവുകയും സ്ഥിതിഗതികൾ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി ഈ താരങ്ങളെയൊക്കെ തന്നെ ഉടൻ തന്നെ ഹോട്ടലിലേക്ക് മാറ്റുകയും പോലീസ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇടപെടുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവുകയും 7 പേരുടെ മരണമാണ് ഇപ്പോൾ സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്തത്. അതായത് ഈ മരിച്ചവരിൽ ഒരു കുട്ടിയും ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ DK ശിവകുമാർ മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. ഇത്രയും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല
ഹോട്ടലിലായാലും ഇത്രയും ആളുകൾ ഒഴുകിയെത്തുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്നുമാണ് DK ശിവകുമാർ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം RCB എന്ന് പറയുന്നത് 18 വർഷങ്ങളുടെ അവരുടെ കാത്തിരിപ്പാണ്. ഇന്നലെ എല്ലാവരും വലിയ ആഘോഷമാക്കിയതായിരുന്നു. 18 വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു കപ്പ് ഇപ്പോൾ ബംഗളൂരുവിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. ഈ വിക്ടറി പരേഡ് പോലുള്ള അവസാന നിമിഷമായിരുന്നു പ്ലാൻ ചെയ്തത്. നമ്മൾ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരം അപകടങ്ങൾ മുന്നിൽ കണ്ടിട്ട് കൂടി സർക്കാർ ഒരു മുന്നൊരുക്കങ്ങളും ഒരുക്കിയില്ല എന്നാണ് BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്നതാണെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. കാരണം പരിക്കേറ്റ 6 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 11 മരണം എന്നാണ് അനൗദ്യോഗികമായി വരുന്ന റിപ്പോർട്ടുകൾ. ഈ ഒരു 7 പേർ മരിച്ചു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമ്പോൾ 11 മരണം അനൗദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. അതായത് ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് രാജേഷ് മനസ്സിലാക്കുന്നത്. ഐശ്വര്യ, നമുക്ക് അറിയാം നേരത്തെ തന്നെ ഈ തിക്കും തിരക്കും ഉണ്ടാകും, അല്ലെങ്കിൽ സുരക്ഷ സംബന്ധിച്ച് ആ വിധാൻ സൗദിയിൽ നിന്നുള്ള ആ പരേഡ്, വിന്നിംഗ് പരേഡ് അല്ലെങ്കിൽ വിജയാഹ്ലാദത്തോടുള്ള ഒരു റാലി ഒഴിവാക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ ചില പ്രതിഷേധത്തെ തുടർന്ന് അത് അനുമതി നൽകുകയുമായിരുന്നു. ഇതാരാണ് ഇതിന് ഉത്തരവാദി? സർക്കാർ അതിന് വേണ്ട നടപടിക്രമങ്ങൾ അവിടെ ചെയ്തില്ല. നമുക്കറിയാം ലോകോത്തര നിലവാരമുള്ള ടീമുകളാണ് അവിടെ എത്തുന്നത്. സ്വാഭാവികമായും ആരാധകരുണ്ടാകും, വിജയാഘോഷങ്ങളുണ്ടാകും, തിക്കും തിരക്കും ഉണ്ടാകും. ഇതൊക്കെ അവഗണിച്ചു എന്ന് തന്നെയാണ് ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയല്ലേ? പൂർണ്ണമായും രാജേഷ്, ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയാണ്. കാരണം അവസാന നിമിഷമാണ് ഇങ്ങനെ ഒരു വിക്ടറി പരേഡ് നടത്താനായി സർക്കാർ അനുവാദം കൊടുക്കുന്നത്. അതിന് തെളിവാണ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഇവിടേക്ക് എത്തുകയും അതിന് മുൻപ് ഈ താരങ്ങൾ വന്നപ്പോൾ എയർപോർട്ടിൽ പോയി ഈ താരങ്ങളെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചതും സർക്കാർ സംവിധാനങ്ങൾ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ സർക്കാർ മുൻകൈ എടുത്തു എന്ന് വേണം പറയാൻ. പക്ഷേ മറ്റ് കളിക്ക് ഈ ചിന്നസ്വാമി സ്റ്റേഡിയം എന്ന് പറയുന്നത് പല മത്സരങ്ങൾക്കും വേദിയായ ഒരു സ്റ്റേഡിയമാണ്. ആ സമയത്ത് മറ്റ് മത്സരങ്ങൾക്ക് കൊടുത്ത പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു തിക്കും തിരക്കും കൺട്രോൾ ചെയ്യാനായി എടുത്ത സംവിധാനങ്ങളൊന്നും ഈ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളൊന്നും നടത്തിയില്ല എന്നുള്ളത് വ്യക്തമാണ്. 5000 പോലീസുകാരെ വിന്യസിച്ചു എന്നൊക്കെ ഇപ്പോൾ BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുമ്പോൾ 5000 പോലീസുകാരെ വിന്യസിച്ചു എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അതിലും വലിയൊരു തിരക്കുണ്ടാകും എന്നുള്ളത് സർക്കാർ മുൻകൂട്ടി കണ്ടില്ല. ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവർ തങ്ങളുടെ താരങ്ങളെ കാണാനായി അവിടേക്ക് ഓടി ചെന്നപ്പോൾ അതുപോലെ തന്നെ ഈ ജനങ്ങളും യുവാക്കളും അവിടേക്ക് ഒഴുകി എത്തുമെന്ന് എന്തുകൊണ്ട് സർക്കാർ ചിന്തിച്ചില്ല എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചതും. കാരണം ഇങ്ങനെ ഒരു വിക്ടറി പരേഡ് നടത്തുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആളുകൾ ആ സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചെത്തുകയും കൂടാതെ ഈ യുവാക്കൾ പോലും ഈ സ്റ്റേഡിയത്തിലേക്ക് കയറാനാകാതെ ആ റോഡിൽ തിങ്ങിക്കൂടുന്നൊരു കാഴ്ചയുമാണ് കാണാൻ സാധിച്ചത്. കൂടാതെ ആ സമയത്ത് കാലാവസ്ഥ മോശമാവുകയും മഴ പെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തതോടു കൂടിയാണ് കാര്യങ്ങൾ വഷളാകുകയും പോലീസിന്റെ കയ്യിൽ നിൽക്കാതെ വരികയും ഈ 5000 പോലീസുകാർക്കൊന്നും ഇത്ര വലിയൊരു ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ഒട്ടും ആയില്ല. ഈ സമയം ഈ താരങ്ങളൊക്കെയും വേദിയിലേക്ക് വരുന്ന സമയം ആളുകൾ തങ്ങളുടെ ഇഷ്ട താരങ്ങളെ കാണാനായുള്ള അവരുടെ ആ ഒരു ആഗ്രഹം, മോഹമാണ് അവിടെ അവർ കാണാനായി അവരുടെ ഒരു ആഗ്രഹമാണ് അവർ അവിടെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത്. അതാണ് ഇപ്പോൾ ദുരന്തത്തിലേക്ക് വഴിമാറിയിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളെയാണ് ഇതിൽ പൂർണ്ണമായും പ്രതിപക്ഷമടക്കമുള്ള ആളുകൾ കുറ്റപ്പെടുത്തുന്നത്. കാരണം ഒരു മുന്നൊരുക്കങ്ങളും നടത്തിയില്ല എന്ന് മാത്രമല്ല ഇതിന് ഒരു എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് നോക്കിക്കാണാതെ അനുമതി നൽകുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് DK ശിവകുമാർ ഈ ഒരു സംഭവത്തോട് മാപ്പ് ചോദിക്കുകയും മറ്റ് പരിക്കേറ്റവർക്ക് എല്ലാ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകും എന്ന് DK ശിവകുമാർ പറയാനുള്ള ഒരു കാര്യവും ചെയ്തത്. കൂടാതെ ഇപ്പോൾ RCB ടീം ഉള്ളത് ഇപ്പോൾ ഹോട്ടലിലാണ് ഉള്ളത്. അവരെ ആദ്യമേ തന്നെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കാരണം സ്ഥിതിഗതികൾ കൈവിട്ട് പോകുമെന്ന് തിരിച്ചറിയുകയും ആ സമയം തന്നെ ഈ ടീം അംഗങ്ങളെ ഈ RCB ടീം അംഗങ്ങളെ ഉടൻ തന്നെ ഹോട്ടലിലേക്ക് മാറ്റുകയും ചെയ്തു. ഒരു തരത്തിൽ പറഞ്ഞാൽ വേറൊരു അപകടം കൂടി. കാരണം ഈ ജനങ്ങൾ എപ്പോഴും തങ്ങളുടെ ആ ആരാധകർ എപ്പോഴും തങ്ങളുടെ ഈ ഇഷ്ടദൈവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ അത്രയും ആരാധിക്കുന്ന ആളുകളാണ് ഈ കളിക്കാരൊക്കെയും. അതുകൊണ്ട് തന്നെ ഈ കോഹ്ലി അടക്കമുള്ള ഈ ക്രിക്കറ്റ് കളിക്കാരെ കാണാനായിട്ട് അത്രയും തിങ്ങിക്കൂടി ഒരു നിമിഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കാണാനായി ഓടിപ്പോകുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ RCBയിലെ എല്ലാ ടീം അംഗങ്ങളെയും ഹോട്ടലിലേക്ക് മാറ്റുകയും ഇപ്പോൾ അവർ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഉള്ളത്. ഇപ്പോൾ വിക്ടറി പരേഡ് ഒഴിവാക്കിയിരിക്കുകയാണ് സർക്കാർ. ഈ ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു വിക്ടറി പരേഡ് ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് 11 മരണങ്ങളാണ് ഇപ്പോൾ അനൗദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. 7 അല്ല 11 മരണം അനൗദ്യോഗികമായി
പൂർണ്ണമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കൂടാതെ 50-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. രാജേഷ്. യെസ്, ഐശ്വര്യാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. IPL കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിൻ്റെ സ്വീകരണ പരിപാടിക്കിടെ വൻ ദുരന്തമുണ്ടായി. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട 11 പേർ മരിച്ചു എന്നാണ് അനൗദ്യോഗികമായി ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. എന്തായാലും IPL കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിൻ്റെ സ്വീകരണ പരിപാടിക്കിടയിൽ ഉണ്ടായ ദുരന്തത്തിൽ കർണാടക സർക്കാർ തന്നെ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പ് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 15ഓളം പേർക്ക് പരിക്ക് പറ്റിയതായിട്ടായിരുന്നു തുടക്കത്തിൽ വന്ന വാർത്ത. ഇപ്പോൾ 50ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. പരിക്കേറ്റവരെ ബൗറിംഗ് ആശുപത്രിയിലും ലേഡി കേഴ്സൺ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരിൽ ഇപ്പോൾ 3 പേരുടെ നില അതീവ ഗുരുതരമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മരണസംഖ്യ ഉയർന്നേക്കാമെന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റു വാർത്തയിലേക്ക്. കേരളത്തിൽ ദേശീയപാത നിർമ്മാണം ഡിസംബറോടെ പൂർത്തിയാക്കുമെന്ന് ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ്. ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ചയിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി. കൂരിയാട് ദേശീയപാതയുടെ നിർമ്മാണ ചെലവ് കരാർ കമ്പനി വഹിക്കും. അതേസമയം ദേശീയപാത സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തുക വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തരുതെന്ന ആവശ്യവും മുഖ്യമന്ത്രി ഇതിനോടകം മുന്നോട്ട് വച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി അൻഫ്ലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൻഫ്ലിറ്റ്, എന്തായാലും കേരളത്തിലെ ദേശീയപാത നിർമ്മാണം ഡിസംബറോടെ പൂർത്തീകരിക്കുമെന്നാണ് ഡൽഹിയിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിച്ചിരിക്കുന്ന വാർത്ത. എന്തായാലും മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അനുഭാവപൂർവമായ ഒരു കൂടിക്കാഴ്ചയാണെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. വിശദാംശങ്ങൾ. ഉറപ്പായും രാജേഷ്, പ്രധാനമായും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയത്. കഴിഞ്ഞ ദിവസം മറ്റു മന്ത്രിയുമായി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും പ്രധാനമായും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു ശ്രദ്ധാവിഷയം ആയിരുന്നത്. അതുതന്നെയായിരുന്നു ഏറ്റവും പ്രധാനമായൊരു കൂടിക്കാഴ്ച. 1 മണിക്കൂറോളം നീണ്ടുനിന്നൊരു കൂടിക്കാഴ്ചയായിരുന്നു മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായി. ആ കൂടിക്കാഴ്ച കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ശുഭകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന് തന്നെ നമുക്ക് പറയാം. NH66 അഥവാ ദേശീയപാത 66 അതിൻ്റെ പൂർത്തീകരണം ഈ ഡിസംബറോടുകൂടി പൂർത്തിയാക്കാനാകുമെന്ന് മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ഈ ചർച്ചകളുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാനത്തെ മന്ത്രി മുഹമ്മദ് റിയാസാണ്, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അപ്പോൾ പൊതുമരാമത്ത് മന്ത്രി പറയുന്നത് തന്നെ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി 2026 പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അത്രയേറെ ഉറപ്പ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുകയാണ്. NH66 ഈ ഡിസംബർ അവസാനത്തോടുകൂടി പൂർത്തിയാക്കാനാകുമെന്ന എല്ലാ ഉറപ്പും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില പദ്ധതികൾക്കും കേന്ദ്രത്തിൽ നിന്നുള്ള പച്ചക്കൊടി ലഭിച്ചിരിക്കുകയാണ്. അതിൽ കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പദ്ധതി അത് സെപ്റ്റംബറോടുകൂടി അതിൻ്റെ കരാർ ഉണ്ടാകും. അതായത് അതിൻ്റെ ഉത്തരവ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമെന്ന് ഉറപ്പും ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പദ്ധതിയാണ് ഏറെ കാത്തിരിക്കുന്ന, ഏറെ തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി. ആ പദ്ധതിക്കുള്ള ഉത്തരവും ഈ ജൂലൈയോടുകൂടി ഉണ്ടാകും. ഈ 2 പദ്ധതി, അതായത് ദേശീയപാത 66 തന്നെയും ഈ കൊല്ലം ചെങ്കോട്ട് ഗ്രീൻഫീൽഡ് പദ്ധതിയും ഒപ്പം തന്നെ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി, ഈ 2 പ്രധാന പദ്ധതികൾക്കുള്ള ഉറപ്പ്, അതായത് ഉത്തരവുകൾ കൃത്യസമയത്ത് ഡിസംബറിലും ജൂലൈയിലും ഒപ്പം തന്നെ സെപ്റ്റംബറിലും ഉണ്ടാകുമെന്നൊരു ഉറപ്പ് മുഖ്യമന്ത്രിക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. മറ്റൊരു പ്രധാന ഒരു വിഷയം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വീഴ്ചകളും അഗതകളുമാണ്. ഈ ഒരു വിഷയം കൃത്യമായി തന്നെ ഈ ചർച്ചയിൽ അഡ്രസ്സ് ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചു. അത് വളരെ ഗൗരവത്തോടെ തന്നെ കേന്ദ്രം എടുത്തിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകൾ, വീഴ്ചകൾ, അത് കർശന നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെയും ഈ അപാകതകളൊക്കെ പരിഹരിച്ച് ഇനി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ നീക്കവും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ്.
ഒപ്പം തന്നെ ഈ മലപ്പുറം കൂരിയാട് ദേശീയപാതയിലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപാകതകളും ഈ തകരാറും ഒക്കെ തന്നെയും ഇനി പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള കരാർ കമ്പനിക്ക് ഇനിയുള്ള തുടർ നിർമ്മാണത്തിൻ്റെ ചുമതല നൽകുകയില്ല. മാത്രവുമല്ല, ഇപ്പോൾ ഇതുവരെ സംഭവിച്ചിരിക്കുന്ന എല്ലാ വീഴ്ചകൾക്കുമുള്ള അതായത് ഇനി തുടർ നിർമ്മാണത്തിന് എന്തൊക്കെയാണോ ചിലവ് വരിക ആ ചിലവ് പൂർണ്ണമായും ഇപ്പോൾ നിലവിലുള്ള കരാർ കമ്പനി തന്നെ വഹിക്കും. എന്നാൽ തുടർ നിർമ്മാണം മറ്റൊരു കമ്പനിക്കായിരിക്കും നൽകുക. ഇക്കാര്യത്തിൽ കൃത്യമായൊരു ഉറപ്പ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുരിയാട് ദേശീയപാതയുടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വീഴ്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ദേശീയപാതയുടെ ഒരു വലിയൊരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത് ഈ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലാണ്. അവിടെ ഇനി ഒരു പുനർനിർമ്മാണം എന്ന് പറയുന്നത് വലിയൊരു അസാധ്യമാണ്. അത് ഉടനെ തനിക്ക് മാസങ്ങളോളം എടുത്താൽ മാത്രമേ, ഏകദേശം കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ 1 വർഷമെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് വയഡക്റ്റ് നിർമ്മിക്കണം. ഈ വയഡക്റ്റ് എങ്ങനെ നിർമ്മിക്കുന്നത്? കാരണം വയഡക്റ്റ് നമുക്കറിയാം ഈ മണ്ണിൽ വെള്ളത്തിൽ തൂണുകൾ കെട്ടി ആ തൂണുകൾക്ക് മുകളിലാണ് പാത വരുന്നത്. അപ്പോൾ ആ വളരെ ദീർഘമായൊരു പദ്ധതിയാണ്, ആ ശ്രമകരമായ പദ്ധതി. അത് 360 മീറ്റർ നീളത്തിൽ വയഡക്റ്റ് നിർമ്മിക്കുമെന്നുള്ള ഉറപ്പും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും ഈ കുരിയാട് ദേശീയപാതയുമായി ബന്ധപ്പെട്ട ആ തടസ്സങ്ങളൊക്കെ തന്നെ മാറുന്നു. ഒപ്പം തന്നെ ഈ മറ്റ് ദേശീയപാത നിർമ്മാണമൊക്കെ നടക്കുമ്പോൾ ഈ രീതിയിൽ യാതൊരുവിധ അപാകതകളും ഉണ്ടാകാതിരിക്കാൻ വീഴ്ചകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള കർശനമായ നിർദ്ദേശവും ഉറപ്പും കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന വീഴ്ചകൾക്കൊക്കെ ബന്ധപ്പെട്ട കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം മറ്റൊന്ന് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ദേശീയപാത സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള ധനസഹായം, ആ ഫണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്രം അത് കേരളത്തിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ കേരളത്തിന് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് അത് വായ്പാ പരിധിയിൽ നിന്ന് മാറ്റണമെന്നൊരു ആവശ്യം കേന്ദ്രത്തോട് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതും അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നൊരു ഉറപ്പും കേന്ദ്രത്തിന് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുകയാണ്. രാജേഷ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകളിലേക്ക്. അഭിപ്രായം ആ ചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു. അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെയും കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചതാണ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തെറ്റായ ഒരു തരത്തിലുള്ള പ്രവണതയോടും ഒരു നിലയിലും സന്ധി ചെയ്യരുത് എന്നുള്ള നേരത്തെ തന്നെ കേരളം അറിയിച്ച അഭിപ്രായം പൂർണ്ണമായും ശരിവെക്കുന്ന നിലയിലേക്കുള്ള നിലപാടാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ആ നടപടികൾ വിശദീകരിച്ചത്. പിന്നെ ഈ പറയുന്ന കുരിയാട് ഇതിന്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിർമ്മാണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയും വിശദീകരിച്ചതാണ്. ഇപ്പോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന എടുത്ത് 360 മീറ്റർ വയഡക്റ്റ് നിർമ്മിക്കുമെന്നുള്ള നേരത്തെ അറിയിച്ച വിവരം അത് ഉറപ്പുവരുത്താൻ തീരുമാനം ഇന്നത്തെ ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് അപകട ഭീഷണി ഉയർന്നതിനാൽ കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഒഴിഞ്ഞു. സ്ഥലത്ത് നിരവധി വീടുകളും അപകട ഭീതിയിലാണ്. ദേശീയപാതയോട് ചേർന്നുള്ള ചട്ടഞ്ചാൽ പ്രദേശം മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ്. ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള 7 കിലോമീറ്റർ പാതയിലാണ് അപകട ഭീഷണി. പാത നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ചത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് തന്നെ അപകട ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിലാണ് സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിച്ച പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ഒഴിയാൻ കാരണമായത്. കനത്ത മഴയിൽ ചെളിവെള്ളം കെട്ടിക്കിടന്ന് സ്റ്റേഷൻ പരിസരത്തേക്ക് പോലീസ് വാഹനങ്ങളടക്കം കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഏത് സമയത്തും മണ്ണിടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് പ്രദേശം. കരാർ കമ്പനി ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ വിലയിരുത്താതെയാണ് നിർമ്മാണങ്ങൾ നടത്തിവരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. വീടുകളിലേക്കടക്കം ചെളിവെള്ളം എത്തുകയാണ്. 7 കിലോമീറ്റർ നീളത്തിലുള്ള ചെർക്കള മുതൽ ചട്ടഞ്ചാല് വരെയുള്ള മുഴുവൻ പ്രദേശവാസികളും അവരെല്ലാം വീട്ടിലേക്കും അവരെ വളപ്പിലേക്കും എല്ലാം മഴവെള്ളം കയറി. മഴവെള്ളം എന്ന് പറഞ്ഞാൽ പോലെ ചെളിവെള്ളം. ഇപ്പൊ തെക്കിലൊക്കെ സെപ്റ്റിക് ടാങ്കും കിണറും എല്ലാം ഒന്നായി പോയിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പോൾ നാട്ടിലുണ്ട്. അവിടത്തേക്ക് ടാങ്കറിൽ വെള്ളം അടിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. സ്ഥലത്ത് മലവെള്ളപ്പാച്ചിലടക്കം ഉണ്ടായിരുന്നു. മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ഡ്രെയിനേജ് സംവിധാനം പലയിടങ്ങളിലുമില്ല. സ്കൂൾ കുട്ടികളടക്കം നടന്നു പോകുന്ന പ്രദേശത്ത് സർവീസ് റോഡില്ലാത്തതും വലിയ ആശങ്ക ഉയർത്തുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. കണ്ണൂർ ചെങ്ങളായി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. പനങ്കുന്നത്താണ് 4 മീറ്ററോളം ആഴമുള്ള കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് റോഡിലെ കുഴി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സമയം കഴിയുന്തോറും കുഴിയുടെ ആഴം കൂടി വരികയായിരുന്നു. അപകട സാധ്യത കണക്കിലെടുത്ത് റോഡിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ വിദഗ്ധ പരിശോധന ആവശ്യമാണെന്ന് തളിപ്പറമ്പ് തഹസിൽദാർ അറിയിച്ചു.
ജീവനക്കാരാണ് അവരുടെ ഇതിന്റെ കമ്പ് കുത്തുമ്പോൾ അവർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ചെറിയ രീതിക്ക് കണ്ട അർത്ഥം നമ്മളിന്ന് രാവിലെ നോക്കുമ്പോൾ വളരെ വെളിപ്പെടുത്തുന്ന രൂപത്തിലായിട്ടാണ് ഉള്ളത്. ഇപ്പം ബന്ധപ്പെട്ട അധികാരിയോട് അടിയന്തരമായി ജീവനജീവി പരിശോധിച്ച് കൂടുതൽ നടപടി എടുക്കണമെന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. നാട്ടുകാരാകെ ഇതിൻ്റെ അവസ്ഥ വെച്ച് നാട്ടുകാരാകെ ഒരു പ്രയാസത്തിലാണ് ഉള്ളത്. ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പാതയാതിൽ വാഹനഗതാഗതം തടഞ്ഞിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിൽ കോടികളുടെ വൻ അഴിമതിയാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇതിനെതിരെ സർക്കാരിന് പരാതിയില്ല എന്നും പരാതിപ്പെടാൻ ധൈര്യമില്ല എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാരിലെ ചിലർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹൈവേ നിർമ്മാണത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള തെളിവുകൾ പുറത്തുവരികയാണ്. ഗുരുതരമായ എഞ്ചിനീയറിംഗ് പിഴവുകൾ, മണ്ണ് പരിശോധന നടത്താതെ നിർമ്മിതികൾ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നം, ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കേരളത്തിൽ വ്യാപകമായി മിക്കവാറും നാഷണൽ ഹൈവേ നിർമ്മാണം നടക്കുന്ന എല്ലാ ജില്ലകളിലും ചീട്ടുകൊട്ടാരം പോലെ ഈ നിർമ്മിതികൾ തകർന്നു വീഴുകയും വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യാണ്. ഇപ്പോൾ കൂരിയാട് ഇനി റീകൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ വലിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കണം, 1 വർഷത്തിലേറെ സമയം മിനിമം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രമക്കേടുകൾക്ക് ആരാണ് ഉത്തരവാദി? സർക്കാരിന്. ഞങ്ങളുടെ ചോദ്യം, ഈ കേരള സർക്കാരിന് പരാതിയില്ലേ? പാലാരിവട്ടം പാലം UDF ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങി LDF ഗവൺമെന്റിന്റെ കാലത്ത് നിർമ്മാണം അവസാനിപ്പിച്ച ഒരു റിപ്പോർട്ട് വന്നു, ഒരു എഞ്ചിനീയറിംഗ് അപാകതയുണ്ട് എന്ന്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അടുക്കവേ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. മുഖ്യമന്ത്രി മലപ്പുറത്തെ അധിക്ഷേപിച്ചുവെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ പ്രതിപക്ഷം നിലമ്പൂരിലെ വോട്ടർമാരെ വർഗീയമായി ഭിന്നിപ്പിക്കുകയാണെന്ന് ഇടതുമുന്നണി നേതാക്കളും പറയുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ മണ്ഡലത്തിലെത്തുന്നതോടെ വാക്പോര് കൂടുതൽ കടുക്കും. മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷമാണ് വിവാദത്തിന് തുടക്കമിട്ടത്. മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ നടത്തിയ പരാമർശമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രചരണ രംഗത്ത് സജീവമായി ഉപയോഗിക്കുന്നത്. കൂടാതെ വിജയരാഘവൻ ഉൾപ്പെടെ നേരത്തെ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളും പ്രതിപക്ഷം ആയുധമാക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ വാചകം ആവർത്തിച്ച് മലപ്പുറം മുഴുവൻ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ വിജയരാഘവൻ ഒറ്റയ്ക്കല്ലല്ലോ പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞ അതേ കാര്യം. ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും CPM നേതൃത്വത്തോടും പറയാനുള്ളത്, മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ദേശീയപാതയുടെ തകർച്ചയും പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് വിഷയമാണ്. നാഷണൽ ഹൈവേ നിർമ്മാണം നടക്കുന്ന എല്ലാ ജില്ലകളിലും ചീട്ടുകൊട്ടാരം പോലെ ഈ നിർമ്മിതികൾ തകർന്നു വീഴുകയും വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി. അപ്പൊ ഈ ക്രമക്കേടുകൾക്ക് ആരാണ് ഉത്തരവാദി? സർക്കാരിന്. ഞങ്ങളുടെ ചോദ്യം, ഈ കേരള സർക്കാരിന് പരാതിയില്ലേ? എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ ഇടതുപക്ഷം തിരിച്ചടി നൽകുന്നു. നിലമ്പൂരിലെ വോട്ടർമാരെ വർഗീയമായി ഭിന്നിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് വിജയരാഘവൻ ആരോപിച്ചു. നിലമ്പൂരിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കണമെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. എന്തൊരു ആപത്കരമായ സമീപനമാണ് UDF ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ സതീശനെ മനസ്സിലാക്കുന്നില്ല. സതീശന് ഈ മലപ്പുറം ജില്ലയെ മനസ്സിലാക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ മണ്ഡലത്തിലെത്തുന്നതോടെ ആരോപണങ്ങൾ ഇനിയും ഉയരും. ഇതിനിടയിൽ മണ്ഡലത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുമോ എന്ന് കണ്ടറിയണം. അമൃത ന്യൂസ്, മലപ്പുറം. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് PV അൻവർ. തന്നെ വഞ്ചകനെന്ന് വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യഥാർത്ഥ വഞ്ചകനെന്നും VS-നെ വഞ്ചിച്ചതിന്റെ ഫലമാണ് പിണറായിയുടെ മുഖ്യമന്ത്രി പദമെന്നും അൻവർ ആരോപിച്ചു. PV അൻവറിന്റെ വൻ ചതിയാണ് നിലമ്പൂരിനെ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചതെന്ന് കഴിഞ്ഞ ദിവസം LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ്